പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുപുത്രനായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയാണിന്ന്. നജിദിലെ ബനൂ കൽബ് ഗോത്രക്കാർ വളരെ സമ്പന്നനായ പ്രൊമിനൻ്റ് ആയ ഒരു ഗോത്രമായിരുന്നു ഈ നജിദിലുണ്ടായിരുന്ന ബനൂ കൽബ് ഗോത്രക്കാർ. അവരിലാണ് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അവരുടെ ഉമ്മയാകട്ടെ നമ്മൾ ചരിത്രങ്ങളിൽ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഹാത്തിം ത്വായിയുടെ ബന്ധുക്കളിൽപ്പെട്ട ആളുകളാണ്. ഉമ്മ വഴിയും ഉപ്പ വഴിയും വളരെ പാരമ്പര്യമുള്ള പ്രൗഢമായ കുടുംബ വേരുകളുള്ള ഒരു കുടുംബത്തിലാണ് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നതും വളരുന്നതുമൊക്കെ. ഉമ്മയോടുകൂടെ പല നാടുകളിലേക്കും വിനോദയാത്രകൾക്ക് പോകുന്നത് അവരുടെ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ഉമ്മയോടുകൂടെയുള്ള ഇതുപോലെയുള്ള ഒരു വിനോദയാത്രയിൽ വെച്ചുകൊണ്ട് ബനുൽ ഖൈന് ഗോത്രക്കാർ, വളരെ ക്രൂരരായിട്ടുള്ള കൊള്ളക്കാരാണ് അവർ വന്നുകൊണ്ട് ഈ ഉമ്മയെയും കുട്ടിയെയൊക്കെ കിഡ്നാപ്പ് ചെയ്യുകയാണ്, തട്ടിക്കൊണ്ടുപോകുന്നു. ആ ഉമ്മയുടെ അടുത്ത് നിന്ന് അവരുടെ അടുത്തുണ്ടായിരുന്ന സമ്പത്തും വസ്തുക്കളും ഒക്കെ കൊള്ളയടിച്ചു പോകുന്നതിൻ്റെ കൂടെ അവർ ഈ 8 വയസ്സ് മാത്രം പ്രായമായ ഈ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ കൊള്ളക്കാർ ഈ അടിമയായ കുട്ടിയെ ഉക്കാല ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ്. ഹക്കീം ബിൻ ഹിസാം എന്ന ഖദീജ ബീവിയുടെ സഹോദരനും ബന്ധുവുമൊക്കെയാണ് ഈ അടിമക്കുട്ടിയെ ആ ഉക്കാല ചന്തയിൽ നിന്ന്, മക്കയിലെ ചന്തയിൽ നിന്ന് വാങ്ങുന്നത്. 400 ദിർഹമായിരുന്നു അവർ അന്ന് ആ കുട്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഹക്കീം ബിൻ ഹിസാം ആ അടിമക്കുട്ടിയെ ഖദീജ ബീവിക്ക് സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അങ്ങനെയാണ് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഖദീജ ബീവിയുടെ അടുത്തേക്ക് എത്തുന്നത്. പിന്നീട് കാലം അങ്ങനെ കഴിഞ്ഞു പോകുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജ ബീവിയുടെയും മനോഹരമായ വിവാഹ ദിവസം വന്നെത്തുകയാണ്. ഖദീജ ബീവി അന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് 2 കൂട്ടം വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് വിവാഹ ദിവസം അണിയാൻ വേണ്ടിയിട്ടും മറ്റൊന്ന് മറ്റൊരു ഉദ്ദേശം വെച്ചിട്ടായിരുന്നു. അങ്ങനെ അന്ന് രാവിലെ വിവാഹ സൽക്കാരങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞ രാത്രിയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഈ അടിമയെയും കൂട്ടിയിട്ട് ഖദീജ ബീവി ചെല്ലുന്നു. പുതുതായി വാങ്ങിക്കൊടുത്ത മറ്റൊരു വസ്ത്രം അണിയാൻ പറയുന്നു. ആ വിവാഹ സമ്മാനമായിക്കൊണ്ട് ഭാര്യ ഭർത്താവിന് ഖദീജ ബീവി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമർപ്പിച്ച സമ്മാനമായിരുന്നു സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിവാഹ ദിവസത്തിൻ്റെ സന്തോഷം കൊണ്ട് തനിക്ക് തൻ്റെ പിതാവിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയ അടിമ ബറക്ക എന്ന പേരിലുള്ള അടിമയെ അന്ന് മോചിപ്പിച്ചിരുന്നു. അന്നേ ദിവസമാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഖദീജ ബീവി അടിമയായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അന്ന് അടിമകൾ എന്നുള്ളത് കേവലം ഒരു ചരക്കുകൾ പോലെ, അല്ലെങ്കിൽ വളരെ സുപരിചിതമായ, അല്ലെങ്കിൽ വളരെ സാധാരണഗതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രക്രിയയായിരുന്നു. അതിനെയാണ് ഇസ്ലാം തുടച്ചു നീക്കി അതിൻ്റെ ഇല്ലായ്മയിലേക്ക് കൊണ്ടെത്തിച്ചത്. അന്ന് ഉണ്ടായിരുന്ന യൂറോപ്പിലും മറ്റിടത്തൊക്കെ ഉണ്ടായിരുന്ന അടിമ സമ്പ്രദായങ്ങൾ പോലെ ആയിരുന്നില്ല അറേബ്യയിലും, അല്ലെങ്കിൽ ഇസ്ലാം നിലവിൽ വന്നതിന് ശേഷം പിന്നീട് അടിമ സമ്പ്രദായങ്ങളുടെ മാറ്റവും വന്നു. അതിനെപ്പറ്റി നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായിട്ട് സെയ്ദ് തങ്ങളെ കിട്ടുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 15 വയസ്സുള്ള കുട്ടിയെ മോചിപ്പിക്കുകയാണ്. നീ ഇന്നു മുതൽ എൻ്റെ അടിമയല്ല, നിനക്ക് എൻ്റെ കൂടെ തന്നെ താമസിക്കാം, നീ എൻ്റെ മകനായിട്ട് തന്നെ നിനക്ക് എൻ്റെ കൂടെ വളരാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ കൂടെ തന്നെ നിർത്തുകയാണ്. ഈ കാലമത്രയും നഷ്ടപ്പെട്ടു പോയ തൻ്റെ മാതാപിതാക്കൾ ഈ സെയ്ദിന് വേണ്ടിയിട്ട് ഒരുപാടിടങ്ങളിലൂടെ തെരഞ്ഞു നടക്കുന്നുണ്ട്. എല്ലായിടത്തും ചെല്ലുന്നു, തൻ്റെ നഷ്ടപ്പെട്ടു പോയ മകനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അവർ മക്കയിലോ അല്ലെങ്കിൽ ആ മകനെ കണ്ടെത്താനോ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാലം അങ്ങനെ കഴിഞ്ഞുപോയി. തൻ്റെ നാട്ടിൽ നിന്ന്, നജിദിൽ നിന്നുള്ള ബനൂ കൽബ് ഗോത്രത്തിൽ നിന്നുള്ള ചില ആളുകൾ ആ വർഷം ഹജ്ജിന് വേണ്ടി എത്തിയപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു അവരെ കാണുകയും താനിങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത തൻ്റെ മാതാപിതാക്കളെ അറിയിക്കാനും വേണ്ടിയിട്ട് പറയുകയാണ്. ആ സമയത്ത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമം കവിത ആയതുകൊണ്ട് തന്നെ സെയ്ദ് തങ്ങൾ ഒരു കവിത എഴുതിയിട്ട് അത് തൻ്റെ ബന്ധുക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഇങ്ങനെയായിരുന്നു കവിത: ഏറെ ദൂരെയാണ് ഞാനെങ്കിലും എൻ്റെ വാക്കുകൾ എൻ്റെ ജനതയിലേക്കിതാ. ഞാനിപ്പോൾ താമസം വിശുദ്ധ ഗേഹത്തിൽ, ദൈവം തീർത്തരാ മന്ദിരത്തിൽ. ദുഃഖങ്ങളെല്ലാം മാറ്റിവെക്കുക, ഒട്ടകങ്ങളെ പ്രയാസപ്പെടുത്തേണ്ട, ഭൂമിയിൽ പരതേണ്ടതുമില്ല. ദൈവകൃപയാൽ ആരിലും മികവുറ്റ കൂട്ടത്തിലാണ് ഞാൻ രാപ്പകൽ തീർക്കുന്നതെന്ന സത്വാർത്ത സഹർഷമറിയുവിൻ പ്രിയ ബന്ധുക്കളെ എന്നതാണ്
സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു തൻ്റെ നാട്ടിൽ നിന്ന് നജിദിൽ നിന്നെത്തിയ ഹജ്ജ് തീർത്ഥാടകർക്ക് കൊടുത്തയക്കുന്ന കവിത. അതറിഞ്ഞതോടുകൂടെ മാതാപിതാക്കൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. കാരണം തൻ്റെ പ്രിയപ്പെട്ട മകൻ എവിടെയാണെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നതായിരുന്നു അവരുടെ ആശ്വാസം. ഉടനടി പിതാവും അമ്മാവനും ഈ മകനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മക്കയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഅബയുടെ സമീപത്തിരിക്കുമ്പോഴാണ് അവർ പ്രവാചകരുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് പ്രവാചകൻ ഒരുപാട് പൊക്കി പറയാൻ തുടങ്ങുന്നു. നിങ്ങൾ ഖുറൈശികളിലെ അത്രയും പ്രിയപ്പെട്ട ആളാണ്, അൽ അമീനാണ്, മക്കയിലെ സത്യസന്ധനായ ആളാണ്, പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന് നുബൂവത്തൊന്നും ലഭിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ മുമ്പാണ്, ഖദീജ ബിയുടെ വിവാഹ ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇത് നടക്കുന്നത്. പ്രവാചകർ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നെക്കൊണ്ട് എന്തോ ആവശ്യമുണ്ടല്ലോ, നിങ്ങളുടെ ആവശ്യം പറയൂ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ പുകയത്തലുകൾ നിറഞ്ഞ സംസാരം കേട്ടപ്പോഴേ മനസ്സിലായിരുന്നു. ഉടനടി നജിദിൽ നിന്നെത്തിയ ഈ ഹാരിസ് എന്ന സെയ്ദ് റളിയല്ലാഹുവിൻ്റെ പിതാവും അവരുടെ അമ്മാവരും അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ സെയ്ദിൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളൊക്കെയാണ്, ഞങ്ങളുടെ മകനെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, നിങ്ങളുടെ കീഴിലാണ് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അവനെ ഞങ്ങൾ ഇത്രയും കാലം തിരയുകയായിരുന്നു, അവൻ അവൻ്റെ ഉമ്മയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതാണ് എന്ന സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുന്നു. ഞങ്ങൾ അവനെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണ് എന്ന വാർത്തയും പ്രവാചകനോട് പറയുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകാം, നിങ്ങൾ അവരുടെ പിതാക്കളാണ്, നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകാം, അതിനെനിക്കൊരു വിലയും തരേണ്ടതില്ല. പ്രവാചകന് വലിയ പൈസയൊക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ആ അവസരത്തിൽ പ്രവാചകനോട് പറയുന്നുണ്ട്, അവനെ ഞാൻ അടിമയായിട്ടൊന്നുമല്ല, എൻ്റെ സ്വന്തം മകനെ പോലെയാണ് നോക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പൈസയൊന്നും തരേണ്ട, നിങ്ങൾ അവനെ കൊണ്ടുപോയിക്കോളൂ എന്നതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. പക്ഷേ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ അവിടേക്ക് കൊണ്ടുവന്ന് ചോദിക്കുന്നുണ്ട്, നബി ഇത് ആരാണ്? തങ്ങൾ പറയുന്നു, ഇത് എൻ്റെ പിതാവാണ്, മറ്റേത് എൻ്റെ അമ്മാവനാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവർ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്, നിനക്ക് അവരുടെ കൂടെ പോകാം എന്ന് പറയുമ്പോൾ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ല നബിയെ, ഞാൻ അവരുടെ കൂടെ പോകുന്നില്ല, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്, നിങ്ങൾ എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞെടുക്കുന്നു സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. പിതാവും അമ്മാവനൊക്കെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്താണ് ചെയ്തത് നീ പറയുന്നത്? നിനക്ക് നാശം, നീ നിൻ്റെ ഉമ്മയെക്കാളും ബന്ധുക്കളെക്കാളും പിതാക്കരെക്കാളൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഈ അടിമത്തമാണോ? നിനക്ക് ബുദ്ധിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ സ്വഭാവ വിശേഷണങ്ങളാണ് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു തൻ്റെ മാതാപിതാക്കളോടും ബന്ധുക്കളോടൊക്കെ പറയുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാൻ ഈ പ്രവാചകൻ്റെ കൂടെ ഇവിടെ തന്നെ തങ്ങുകയാണെന്ന് പറയുന്നു. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞതോടുകൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ സന്തോഷമായി. കാരണം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വേർപെട്ട് കഴിയുക എന്നുള്ളത് പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമേറിയ കാര്യമായിരുന്നു. എന്നിട്ടും അവരുടെ പിതാക്കൾ വന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ അവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു എന്ന് മാത്രം. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഈ വാക്കുകളൊക്കെ പറഞ്ഞതോടുകൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെയ്ദിൻ്റെ കയ്യും പിടിച്ചിട്ട് കഅബയുടെ സമീപത്തേക്ക് ചെല്ലുകയും അവിടേക്ക് അവരുടെ മാതാപിതാക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, ഇന്നു മുതൽ സെയ്ദ് ബിൻ ഹാരിസ് അല്ല, സെയ്ദ് ബിൻ മുഹമ്മദാണ്, എൻ്റെ മകനാണിവൻ, എൻ്റെ അനന്തരാവകാശം പോലും അർഹനായ അത്രയും പ്രിയപ്പെട്ട മകനായിട്ട് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്തു പിടിക്കുകയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ ഗത്യന്തരമില്ലാതെ ആ ബന്ധുക്കളും മാതാപിതാക്കളൊക്കെ അവർ തിരിച്ച് നജിദിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ്. അവർക്കുണ്ടായിരുന്ന വലിയൊരു ആശ്വാസം എന്താന്ന് വെച്ചാൽ, ഖുറൈശികളായ കഅബയുടെ സംരക്ഷകരായ പ്രബല ഗോത്രത്തിലേക്കാണല്ലോ തങ്ങളുടെ മകൻ ഈ ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ മഹിമ വർഷങ്ങൾക്ക് ശേഷം ആ ബനൂ കൽബ് ഗോത്രത്തിലേക്കും എത്തിച്ചേരുമല്ലോ എന്ന കുടുംബപരമായ മഹിമയൊക്കെയാണ് അവർ അതിൻ്റെ പിന്നിൽ കാണുന്നത് എങ്കിൽ പോലും തൻ്റെ മകനെ വേർപിരിഞ്ഞ് കഴിയുന്നതിൽ ആ പിതാക്കൾക്ക് വളരെയധികം വേദനയുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബൂവത്തിന് ശേഷം ആദ്യമായിട്ട് ഖദീജ ബീവി വിശ്വസിക്കുന്നു, അലി റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നു, അബൂബക്കർ തങ്ങൾ വിശ്വസിക്കുന്നു, തൻ്റെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പിന്നീട് പ്രവാചകൻ്റെ ആ ഇസ്ലാമിക മതവിശ്വാസത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മനോഹരമായ കാഴ്ചയൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ത്വായിഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രവേളയിലാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാചകൻ വേദനിച്ചൊരു ദിവസമായിരുന്നു ത്വായിഫ്. ആയിഷ ബീബി നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും വേദന നിറഞ്ഞ ദിവസം ഉഹുദായിരുന്നില്ലേ? ആയിഷ ബീബി പ്രവാചകന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം പിന്നീട് പ്രവാചകൻ ഏറ്റവും കൂടുതൽ വിഷമിച്ച് കാണുന്നത് ഉഹുദ് യുദ്ധവേളയിലെ പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ സമയത്ത് പ്രവാചകൻ തിരുത്തി കൊടുക്കുന്നുണ്ട്, അല്ല ആയിഷ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വേദനിച്ചത് ത്വായിഫിലാണ്. തനിക്ക് സംരക്ഷകരായിട്ടുണ്ടായിരുന്ന അബൂ ത്വാലിബിൻ്റെയും ഖദീജ ബീവിയുടെയൊക്കെ വിയോഗത്തിന് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉമ്മയുടെ ബന്ധുക്കളായ ത്വായിഫിലേക്ക്, അവരുടെ നാട്ടിലേക്ക് ഒരു സംരക്ഷണം തേടിയിട്ട് ചെല്ലുകയാണ്. പക്ഷേ അവിടെ തന്നെ വരവേറ്റത് ആ നാട്ടിലുണ്ടായിരുന്ന നേതാക്കളെല്ലാവരും
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുകയും അപഹസിക്കുകയും അവരുടെ നാട്ടിലുണ്ടായിരുന്ന കുട്ടികളുടെ ഭ്രാന്തരായ കുട്ടികളുടെ കയ്യിലൊക്കെ കല്ല് കൊടുത്തിട്ട് പ്രവാചകനെ കല്ലെടുത്തെറിയുകയാണ്. കാല് പൊട്ടി ചോരയൊലിച്ച് ബോധം പോലും നഷ്ടപ്പെട്ടുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിൽ നിന്നും ഇറങ്ങി ഓടുന്നത്. ആ യാത്രയിൽ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ്. ആ യാത്ര ഒരു ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ കഴുതപ്പുറത്തോ ഒന്നുമല്ല പ്രവാചകങ്ങൾ സഞ്ചരിക്കുന്നത്. കാൽനടയായിക്കൊണ്ടാണ് അവർ ത്വായിഫിലേക്ക് ചെല്ലുന്നത്. കാരണം ശത്രുക്കളായ മക്ക മുശ്രിക്കുകൾ ഒന്നും അറിയരുത്. മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന പ്രബലരായ പല സ്വഹാബികളെയും കൂട്ടാതെ ശക്തരായ ഒരുപാട് സ്വഹാബാക്കൾ അന്നും പ്രവാചകന്റെ കൂടെയുണ്ട്. ഉമർ തങ്ങളുണ്ട്, അബൂബക്കർ തങ്ങളുണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരെ ഒന്നുമല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ കൂട്ടുന്നത്. സാധാരണഗതിയിൽ തൻ്റെ വളർത്തുപുത്രനുമായിട്ട് സംസാരിച്ച് നടന്നു പോകുന്ന തരത്തിലായിരുന്നു ത്വായിഫിലേക്കുള്ള പ്രവാചകന്റെ ആ യാത്രാ പ്ലാനിങ്. വളരെ മനോഹരമായ യാത്രാ പ്ലാനിങ് ആ ത്വായിഫിൻ്റെ വേളയിലും അതുപോലെ ഹിജറയുടെ വേളയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്ക് എത്തുകയും കല്ലെറിഞ്ഞിട്ട് അവിടുന്ന് അട്ടിയൊടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ വെച്ചിട്ട് നടക്കുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ അവതരിപ്പിക്കുന്ന മുഹമ്മദ് എന്ന നമ്മുടെ സീരീസ് നമ്മുടെ ചാനലിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വേളയിലൊക്കെ നമ്മളിത് വളരെ വിശദമായിട്ട് സംസാരിച്ചതാണ്. കൂടുതൽ ആ ചരിത്രമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീരീസിൽ നിങ്ങൾക്ക് കാണാം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ബോധം തിരിച്ചു കിട്ടി നിൽക്കുന്ന അവസരത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയും ആ മലകൾക്കിടയിലിട്ടിട്ട് ഈ നാടിനെ മുഴുവനും ഞാൻ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണ്ട, അവരിൽ നിന്ന് ഒരാളെങ്കിലും സൽമാർഗം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കും, വരും കാലത്ത് അത് സംഭവിക്കുമെന്ന് പറഞ്ഞ പ്രത്യാശയോടുകൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈക്കൊള്ളുന്ന മനോഹരമായ ആന്തരികവും ശാരീരികവുമായ അച്ചടക്കം ആ ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സദാ യുദ്ധങ്ങളിലെല്ലാം പോരാട്ട വീര്യങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു മകനില്ലാത്ത പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു മകനെ പോലെ പോരാട്ട മുഖങ്ങളിലെല്ലാം തൻ്റെ കൂടെ നിൽക്കുന്ന സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഉമ്മൈമൻ റളിയല്ലാഹു അൻഹയെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്രയും പ്രിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു ഉമ്മൈമൻ ബീവി. കാരണം പ്രവാചകന്റെ ജനനം മുതൽ അല്ലെങ്കിൽ പ്രവാചകന്റെ കുട്ടിക്കാലം മുതൽ പ്രവാചകന്റെ കൂടെ കളിച്ചു വളരുന്ന ഉമ്മൈമൻ റളിയല്ലാഹു അൻഹയെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ സീരീസിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെ വിയോഗമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ആ ഉമ്മൈമൻ റളിയല്ലാഹു അൻഹയെ ആരാണ് വിവാഹം ചെയ്യിക്കുക, അല്ലെങ്കിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിലെ സ്ത്രീ ആർക്കെങ്കിലും വിവാഹം ചെയ്യണോ എങ്കിൽ ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഉടനടി സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു കൈ ഉയർത്തുകയും ഞാൻ അവരെ വിവാഹം ചെയ്യാമെന്ന് പറയുകയും ആ മഹത്തരമായ പ്രതിഫല സംശീകരണത്തിന് വേണ്ടിയിട്ട് ആ ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്ന സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞ മനോഹരമായ കുഞ്ഞായിരുന്നു ഉസാമ ബിൻ സെയ്ദ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഹിബ് ബിൻ ഹിബ് എന്നറിയപ്പെട്ടിരുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഈ ഉമ്മൈമൻ ബീബിയുടെ വഫാത്തിനൊക്കെ ശേഷമാണ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുന്നത്. ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിവാഹവും ഒരു വിവാഹമോചനവും ശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനോഹരമായിട്ട് നമ്മൾ പലവട്ടം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണെങ്കിൽ കൂടെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത പരമ്പരയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇടമാണത്. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം ഖുറൈശി പ്രമാണി കുടുംബത്തിൽ ജനിച്ച വളരെ സമ്പന്നയായ ഒരു സ്ത്രീയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അടിമയായിരുന്ന അല്ലെങ്കിൽ അടിമയായി വളർന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്യിക്കുക എന്നുള്ളത് വലിയ സമ്മതമൊന്നും ഇല്ലാത്ത കാര്യമായിരുന്നു അവരെ ബന്ധുക്കൾക്ക്. എന്നിട്ടും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയോടെയാണ് ആ വിവാഹം നടക്കുന്നതും വിവാഹശേഷവും അതിനെ തുടർന്നുള്ള ഒരുപാട് സംഭവങ്ങളാൽ സെയ്ദ് റളിയല്ലാഹു അൻഹു പലവട്ടം പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ ഞാൻ വിവാഹമോചനം ചെയ്യട്ടെ, ഞാൻ ത്വലാഖ് ചെല്ലട്ടെ. അപ്പോൾ എക്കെയും പ്രവാചകൻ സമ്മതിക്കുന്നില്ല. ഇല്ല, നീ അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹു പറയുന്നത് പോലെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ആ ബന്ധം തുടർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ത്വലാഖ് ചെല്ലാൻ പറയുകയും ശേഷം സെയ്ദ് റളിയല്ലാഹു അൻഹു അവരെ ത്വലാഖ് ചെല്ലിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവരെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന ഖുർആനിക ആയത്തിറങ്ങുകയും ഖുർആനിൽ പറയപ്പെട്ട ഏക സ്വഹാബിയുടെ പേരും തൻ്റെ പ്രിയപ്പെട്ട വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റേതാണ്. ശേഷം അതേ സ്ത്രീയെ പിന്നീട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുകയാണ്. ചരിത്രത്തിൽ ഒരുപാട് വാഗ്വാദങ്ങൾക്കും അല്ലെങ്കിൽ തർക്കങ്ങൾക്കൊക്കെ ഇടമായ ഒരു സംഭവമായിരുന്നു അത്. അതിലൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാപിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സാധാരണ ഒരു മകൻ്റെ ഭാര്യയെ
പിന്നീട് ആ ഉപ്പക്ക് പിന്നീട് വിവാഹം കഴിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് തൻ്റെ യഥാർത്ഥ മകനല്ല, വളർത്തു പുത്രനാണ്, സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന തരത്തിൽ പലരും അദ്ദേഹത്തെ വിളിച്ചിരുന്നു ആ കാലത്ത്. അതുകൊണ്ട് തന്നെ ഇത് സെയ്ദ് ബിൻ ഹാരിസ് ആണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കാണിക്കുന്ന ഒരു ശ്രമം, അത് ഖുർആൻ ഇടപെടലോടുകൂടെ നടന്ന ഒരു വിവാഹമായിട്ടാണ്. ആ കല്യാണത്തിൽ പ്രത്യേകിച്ച് വാലിയോ പിന്നീട് നിക്കാഹുകളൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ആയത്തിറക്കിയിട്ട് നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ. അങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ജീവിതമായിരുന്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. ഹിജറ 8-ാം വർഷം മൂത്ത യുദ്ധത്തിലാണ് അദ്ദേഹം നമ്മെ വിട്ടിട്ട് ഷഹീദായിട്ട് പോകുന്നത്. യുദ്ധത്തിന് പറഞ്ഞയക്കുന്ന വേളയിൽ തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന്റെ നേതൃസ്ഥാനം നൽകുന്നത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു ഷഹീദായാൽ പിന്നെ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും, ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായി കഴിഞ്ഞാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിനെയും നിങ്ങൾ ആ നേതൃസ്ഥാനം നൽകണം എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മൂത്ത യുദ്ധത്തിനുള്ള ആളുകളെ അവിടേക്ക് പറഞ്ഞയക്കുന്നത്. അങ്ങനെ ആ യുദ്ധത്തിൽ ഇവർ 3 പേരും ഷഹീദാവും എന്ന ഒരു ധ്വനി കൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൽപ്പനയിലുണ്ടായിരുന്നു. അങ്ങനെ ആ 3 പേരും അവിടെ വെച്ച് ഷഹീദാവുകയാണ്. അതിനുശേഷമാണ് ആദ്യമായിട്ട് മുസ്ലിം പക്ഷത്ത് ചേർന്നതിന് ശേഷം യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും പിന്നീട് വളരെ തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൂടെ ഖാലിദ് റളിയല്ലാഹു അൻഹു ആ യുദ്ധം വിജയിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ സംഭവം നടക്കുന്നുണ്ട്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറഞ്ഞെടുത്ത് ആ മൂത്ത യുദ്ധത്തൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചതാണ്. അത് ആ വീഡിയോ ഒക്കെ കാണാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സീരീസ് തുടർന്നുള്ള ഭാഗങ്ങളിൽ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കാണുക എന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആ യുദ്ധത്തിലാണ് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഷഹീദാവുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗശേഷം സെയ്ദ് തങ്ങളെങ്ങാനും ജീവിച്ചിരുന്നുവെങ്കിൽ ഖലീഫയാകാൻ മാത്രം പ്രാധാന്യമുള്ള ഒരു സ്വഹാബിയായിരുന്നു സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൂടെ നാളെ അവൻ്റെ ജന്നാത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ഇതുപോലെ മനോഹരമായൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വഖർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.